കോഴിക്കോട് ഫറൂഖിലെ ദീപാലംകൃത പാലം നാടിന് സമർപ്പിച്ചു. ഇതോടെ ഫറൂഖ് പഴയ പാലത്തിന് സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലം എന്ന പദവി ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കിയത്. 1.65 കോടി രൂപ മുടക്കിയാണ് പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ചേർന്ന് പാലം ദീപാലംകൃതമാക്കിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പാലത്തിൽ സെൽഫി പോയിന്റ്, വീഡിയോ വാൾ, കഫ്റ്റേരിയ, സ്ട്രീറ്റ് ലൈബ്രറി, ഗാർഡൻ മ്യൂസിക്, കുട്ടികളുടെ പാർക്ക്, സൗജന്യ വൈഫൈ, VR ഹെഡ്സെറ്റ്, ടോയ്ലറ്റ് ബ്ലോക്ക്, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ ഒരു ഡിസൈൻ നയം നിശ്ചയിക്കാൻ വേണ്ടി ഒരു ശില്പശാല സംഘടിപ്പിച്ചത്. ആ ശില്പശാലയിൽ വെച്ച് കേരളത്തിലെ പാലങ്ങളെ ദീപാലംകൃതമാക്കി മാറ്റി പാലങ്ങളിൽ ആളുകൾക്ക് വന്ന് കാണാനും ഇരിക്കാനും അതിന് ചുറ്റുവട്ടത്ത് ആസ്വദിക്കാനും സാധ്യമാകുന്ന നിലയിലേക്ക് പാലങ്ങളെ മാറ്റുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചു. പാലം ദീപാലംകൃതമായെങ്കിലും ഫറൂഖിലെ ഗതാഗതക്കുരുക്കിന് ഇതുവരെ പരിഹാരമായില്ല. വരും ദിവസങ്ങളിൽ പാലം സന്ദർശിക്കാൻ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ഗതാഗത പ്രതിസന്ധി രൂക്ഷമാകുമെന്നും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.